സോ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്ന RBI അപ്രൂവ്ഡ് NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് സേഫസ്റ്റ് ആപ്ലിക്കേഷനാണ്. വളരെ എളുപ്പത്തിൽ ലോൺ തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ് ടു 1 lakh വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. 18 വയസ്സിന് മേളിൽ പ്രായമുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ അകത്ത് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഈ ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കും. ആധാർ കാർഡ്, പാൻ കാർഡ് ഈ 2 ഡോക്യുമെൻ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോൺ എടുക്കുന്നത്. അതുപോലെ തന്നെ 700-ന് മേളിൽ സിബിൽ ഉള്ളവർക്കൊക്കെയാണ് ഇവർ നോർമലി ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ആപ്ലിക്കേഷൻ്റെ പേര് ബ്രാഞ്ച് എന്നാണ്. അത്യാവശ്യം ആൾക്കാർക്ക് അറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണിത്. സോ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ എങ്ങനെ ഇതിൻ്റെ അകത്ത് ലോൺ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. RBI അപ്രൂവ്ഡ് NBFC വഴിയാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആപ്ലിക്കേഷനാണിത്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ആപ്ലിക്കേഷൻ ആപ്പ് സ്റ്റോറിൽ ഐഫോണിൽ അവൈലബിൾ അല്ല. ഐഫോണിൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആപ്ലിക്കേഷൻ ഫേക്ക് ആണ്. അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നിൽക്കരുത്. നമുക്കിതിന് ആൻഡ്രോയിഡിൽ മാത്രമേ ആപ്പ് അവൈലബിൾ ഉള്ളൂ. സോ നമ്മുടെ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ചോദിക്കും. അത് കൊടുത്ത് കണ്ടിന്യൂ കൊടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അപ്പോൾ മൊബൈൽ നമ്പറിലേക്ക് OTP വരും. അത് കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഇമെയിൽ സെലക്ട് ചെയ്യാനായിട്ട് പറയും. ഇമെയിൽ കൊടുത്തുകൊണ്ട് ഒരു 4 പിൻ ഒരു പാസ്വേഡ് വല്ല കൊടുക്കാനായിട്ട് പറയും. അത് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിൽ സ്റ്റാർട്ട് ആയി ലോൺ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് വരും. പിന്നെ അവിടെ കുറച്ച് പെർമിഷൻസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. ആ പെർമിഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അതിനുശേഷം അടുത്ത പേജിൽ നിങ്ങളുടെ പാൻ കാർഡിന് നമ്പർ കൊടുക്കാനാണ് പറയുന്നത്. പാൻ കാർഡിന് നമ്പർ വളരെ കറക്റ്റായിട്ട് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലായിട്ട് ഒരു OTP വരും. ആ OTP കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും ജെൻഡർ കാര്യങ്ങളൊക്കെ കാണിക്കും. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ കൺഫേം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങളുടെ ഫുൾ നെയിം, പാൻ കാർഡിലുള്ള ഫുൾ നെയിം കൊടുക്കാനായിട്ട് പറയും. അതിനുശേഷം നിങ്ങളുടെ ഇൻകം ഡീറ്റെയിൽസ്, നിങ്ങൾ സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയ്ഡ് ആണോ എന്താണെന്നാണ് ചോദിക്കുന്നത്, അത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻകം എത്രയാണ്, ലെസ് ദാൻ 10,000 ആണോ മോർ ദാൻ 10,000 ആണോ എത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ കാര്യങ്ങൾ കൊടുക്കാനാണ് പറയുന്നത്. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ നമുക്ക് UPI വഴിയോ അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് നോർമലായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതും കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത പേജിൽ അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് സിമ്പിളായിട്ട് കൊടുത്താൽ മതി. ബേസിക് ഡീറ്റെയിൽസും അഡ്രസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് അറിയാനായിട്ട് സാധിക്കും. എനിക്കിവിടെ 10,000 വരെയാണ് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് വേണ്ട എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത പേജിൽ ടെന്യൂർ സെലക്ട് ചെയ്യാനായിട്ട് പറയും. ഇവിടെ നമുക്ക് 62 ദിവസം അല്ലെങ്കിൽ 180 ദിവസം, 2 മാസം അല്ലെങ്കിൽ 6 മാസം 2 ടെന്യൂറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്ര ടെന്യൂറാണ് വേണ്ടത് ആ ടെന്യൂർ സെലക്ട് ചെയ്യുക. ശേഷം അടുത്ത പേജിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഡിസ്ബേഴ്സ് ചെയ്യുന്ന എമൗണ്ട്, അതുപോലെ തന്നെ ഫീസ്, നമുക്ക് തിരിച്ച് റീപേ ചെയ്യേണ്ട എമൗണ്ട്, ഇൻട്രസ്റ്റ് പോലുള്ള എല്ലാ കാര്യങ്ങളും കാണിക്കും. അതുപോലെ തന്നെ അടുത്ത പേജിൽ EMI ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യാനായിട്ടും സാധിക്കും. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നോക്കി നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കൺഫേം ക്ലിക്ക് ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് അപ്ലൈ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താങ്ക് യു ഫോർ അപ്ലൈയിങ് ലോൺ ഓഫ് 10,000 എന്ന് പറഞ്ഞ് വരും. ശേഷം ഒന്നുകിൽ ആപ്ലിക്കേഷൻ ഇവിടുന്ന് റിജക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിട്ട് ഫണ്ട് 24 to 48 hours തന്നെ ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്നതാണ്. ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. ആ മാറ്റങ്ങൾ ജസ്റ്റ് കൊടുത്താൽ മതി, ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാനായിട്ട് പറ്റുന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. വേറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. സോ വളരെ സിമ്പിളായിട്ടൊരു 5 മിനിറ്റിൽ നിങ്ങൾക്ക് ലോൺ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. 1 lakh ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലോൺ. ഫസ്റ്റ് ഒക്കെ ചിലപ്പോൾ ഒരു 5,000 10,000 ഒക്കെ ആയിരിക്കും മാക്സിമം കിട്ടുന്നത്. ലോൺ എടുത്ത് റീപേ ചെയ്യുന്നതോറും നിങ്ങൾക്ക് ലോൺ എമൗണ്ട് കൂടാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അതുപോലെ ലോൺ എടുക്കുന്നവർ സ്വന്തം റിസ്കിൽ എടുക്കുക. തിരിച്ച് റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സമയം വേറെ വീഡിയോയിൽ കാണാം. ബൈ.